10 ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള വഴികൾ പരിചയപ്പെടാം. തുടങ്ങിയാലോ? താഴെയുള്ള സമവാക്യം ശരിയാകുന്നതിന് പരസ്പരം മാറ്റേണ്ട 2 ഗണിത ചിഹ്നങ്ങൾ ഏതൊക്കെ? ഇതാണ് സമവാക്യം. 9 + 8 ഗുണിക്കണം 10 - 4 ഹരിക്കണം 2 = 80. ഇത് ഹരിക്കണം എന്നാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് പ്ലസ് പോലെ തോന്നും. അത് ദേശം ഒന്ന് കറുത്തു പോയതാണ്, സോറി. ഓപ്ഷൻ പ്ലസ് മൈനസ് എ, ബി പ്ലസ് ഗുണനം സി ഗുണനം മൈനസ് ഡി ഹരണം ഗുണനം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ചിഹ്നങ്ങളാണ് പരസ്പരം മാറേണ്ടത്? ചിഹ്നങ്ങൾ പറയുമ്പോൾ 2 ചിഹ്നങ്ങൾ, ഏതോ 2 ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഉത്തരം 80 കിട്ടണം. സമചിഹ്നത്തിന് മാറ്റമില്ല. 4 ക്രിയകളാണത്. ഇവിടെ പ്ലസ്, ഗുണനം, വ്യവകലനം, ഹരണം. ഈ 4 ചിഹ്നങ്ങളിൽ ഏതൊക്കെയാണ് ഒന്ന് പരസ്പരം മാറ്റുന്നത്? ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു സംഖ്യ ക്രിയ തരുമ്പോ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താ? ഹരണക്രിയയാണ്, പിന്നെ ഗുണനം, പിന്നെ സങ്കലനം, പിന്നെ വ്യവകലനം. അത് മറന്നു പോകരുത്, ഇല്ലെങ്കിൽ ആകെ തെറ്റിപ്പോകും, ഇതിന്റെ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ നിങ്ങളെ ഇതൊന്ന് ഒരു 1-2 മിനിറ്റ് ശ്രദ്ധയോടെ മനസ്സിൽ കണക്കൂട്ടി കണ്ടുപിടിച്ചെടുക്കേണ്ടതാണ് ഇതിന്റെ ഉത്തരം. ഇനി വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഉത്തരം ഞാൻ പറയാം. നോക്കണേ. 9 + 8 ഗുണിക്കണം 10 - 4 ഹരിക്കണം 2 = 80. ഇത് ഇതേ ക്രിയയാണെങ്കിൽ അത് വരും. 8 ഗുണിക്കണം 10 80 വരും. പിന്നെ 9 2 ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. 80 + 89 നിന്ന് 2 കുറച്ച് 87 ആണ്. പക്ഷെ ഇവിടെ 50 ഉള്ളൂ അല്ലേ? ഈ ക്രിയ അതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 87 ആണ് കിട്ടുക, 80 അല്ല. അപ്പൊ ചിഹ്നം ഏത് മാറണം? ഇവിടെ ഈ ഗുണനം ഇങ്ങോട്ടേക്ക് വരിക, ഇത് P+ ഇങ്ങോട്ടേക്ക് വരിക. അത് മാത്രമാണ് വഴി. അങ്ങനെ മാറ്റിയാലോ? 9 ഗുണിക്കണം 8 + 10 - 4 ഹരിക്കണം 2 = 80 ആവുമെന്ന് നോക്കുക അല്ലെ? 9 ഗുണിക്കണം 8 എത്രയാ? 72 + 10 4 ഹരിക്കണം 2 2 72 10 82 82 2 കുറച്ച് എത്രയാ? 80. അപ്പൊ ചിഹ്നം ഏതാ മാറുന്നത്? പ്ലസ് ഗുണനം, അതാണ് മാറുന്നത്. പ്ലസ് ഗുണനം, പ്ലസ് ഗുണനം, ഓപ്ഷൻ ബി, അതാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ഏതൊക്കെയാ? 1 4 9 16 - 36 49 64. ഞാനിത് വേറെ സ്ഥലത്ത് ചെയ്തിട്ട് എന്തോ ഒരു ഭയങ്കര കണക്കാന്ന് തോന്നണ്ട. ഒറ്റ അടിക്കാൻ ഈ സംഖ്യകളും ശ്രദ്ധിച്ചാൽ മതി. 1 4 9 16 - 36 49 64 ഒക്കെ എന്താ? പൂർണ്ണവർഗ സംഖ്യയാണ്. അപ്പം 16 36 ഇടയിലുള്ള പൂർണ്ണവർഗ സംഖ്യ ഏതാണ്? ഇത് 1ന്റെ വർഗം, 2ന്റെ വർഗം, 3ന്റെ വർഗം, 4ന്റെ വർഗം, 5ന്റെ വർഗം. വിട്ടുപോയി. 5 5 25 ആണ് ഇതിന്റെ ഉത്തരം. അത്രേ ഉള്ളൂ. ഒറ്റയാനെ കണ്ടെത്തുക. 8:33, 12:37, 7:22, 15:46. 8:33, 12:37, 7:22, 15:46. ഇങ്ങനെ 4 തന്നിട്ടുണ്ട്. ഇതില് ഏതോ ഒന്നിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് ശ്രദ്ധയോടെ ഒന്ന് നോക്കിയിട്ട് എന്നെ കണ്ടുപിടിക്കണം. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? 12 ഗുണിക്കണം 3 + 1, 7 ഗുണിക്കണം 3 + 1, 15 ഗുണിക്കണം 3 + 1. ഇതൊക്കെ ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. ഇതോ ഇതിനെ 4 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. അപ്പൊ ഇതാണ് 8:33 ആണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായത്. ഒറ്റയാൻ. അടുത്തത് 52.7 ഹരിക്കണം ഡാഷ് = 0.527. 52.7 ഹരിക്കണം ഡാഷ് = 0.527. ഇപ്പൊ ഇവിടെ ഏത് സംഖ്യയാണ് വേണ്ടത്? അതില് ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ എത്ര ദശാംശാനുണ്ട്? 1. ഇവിടെ എത്ര ദശാംശാനുണ്ട്? 3. അപ്പൊ എത്ര ദശാംശാനം കൂടി? ഇവിടെ വന്ന് ഇവിടെ വരുമ്പോ 2 ദശാംശാനം കൂടി.
അതായത് 2 0 വേണം. 2 0 വരുന്ന സംഖ്യ ഏതാ? അതാണ് ഇതിന്റെ ഉത്തരം. അടുത്തത് അവരോഹണ ക്രമത്തിലെ രണ്ടാമത്തെ സംഖ്യ 11.5, 12.5, 10.5, 14.5, 13.5. അവരോഹണ ക്രമത്തിലെ രണ്ടാമത്തെ സംഖ്യ എന്ന് എഴുതേണ്ടത് ആദ്യം ഇതിനെ എന്ത് വേണം? അവരോഹണ ക്രമത്തിൽ എഴുതണം. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതാക്കി വരിക, വലുത് നിന്ന് ചെറുത്. ഇതിലെ വലിയ സംഖ്യ ഏതാ? 11, 12, 14.5, 13.5, 12.5, 11.5, 10.5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇതിൽ രണ്ടാമത്തെ സംഖ്യ, ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. 11.5. നെക്സ്റ്റ് ചോദ്യം. 1 മുതൽ 100 വരെ 2 എന്ന അക്കം എത്രയുണ്ട്? സാധാരണ തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ്. നമ്മള് 2 എന്ന് വെച്ചാല് 2, 12, 22, 32, 42, 52, 62, 72, 82, 92. എന്നിട്ട് നമ്മൾ എന്ത് പറയും? 10 ഉണ്ട് അല്ലേ? അതായത് 1 മുതൽക്ക് 100 വരെ ഉള്ള സംഖ്യകളിൽ എത്ര അക്കങ്ങളുണ്ട്? അന്നേരമാണ് നമ്മൾ എണ്ണുന്നത് 2, അതിനകത്ത് 2, 12 2, 22, 32, 42, 52, 62. അങ്ങനെയാണ് നമ്മൾ എണ്ണുക. നമ്മളൊരു കാര്യം മറന്നു പോകും. അതെന്താണെന്നറിയോ? 20-ൽ ഒരു 2 ഉണ്ട്, 21-ൽ ഉണ്ട്, 22-ൽ 2 ഉണ്ട്. 22 എഴുതുമ്പോൾ 2 ഉണ്ട് അതിനകത്ത്. 23, 24, 25, 26, 27, 28, 29 വരെയുള്ള 20 മുതൽക്ക് 29 വരെയുള്ള സംഖ്യകളിലെല്ലാം 2 ഉണ്ട്. അതിൽ 22-ൽ തന്നെ 2 നടന്നിട്ടുണ്ട്. അങ്ങനെ കണക്കൂട്ടണം. അപ്പൊ നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. 2, 12, 22 അടക്കട്ടെ. 32, 42, 52, 62, 72, 82, 92 വരെ എത്ര വന്നു? 9 എണ്ണം വന്നു. പിന്നെ 20-ൽ 1, 21-ൽ 1, 22-ൽ 2, 23, 24, 25, 26, 27, 28, 29. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കൂടി വന്നു ഇതിന്റെ കൂടെ. അപ്പൊ ആകെ എത്ര? 20 2കളാണ് ഉള്ളത്. അടുത്ത ചോദ്യം. ഒരു വരയിലെ കുട്ടികളിൽ വാസുവിന്റെ സ്ഥാനം ഇടത്തു നിന്ന് 10ാമത്, സാബു വലത്തു നിന്ന് 9ാമതും. ഇവരുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയാൽ വാസു ഇടത്തു നിന്ന് 15ാമത് ആകുമെങ്കിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? ഈ ചോദ്യം വായിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തേക്കും. ഇതെന്തോ ഭയങ്കര വിഷം പിടിച്ച ചോദ്യമാണ്. സിമ്പിളായിട്ട് നമുക്കത് നോക്കാം. വളരെ സിമ്പിളായിട്ട്. ഇപ്പൊ ഒരു വരി ആദ്യമേ നമ്മളൊരു വരി വരച്ചു. എന്നിട്ടോ വാസുവിന്റെ സ്ഥാനം ഇടത്ത് നിന്ന്, ഇതാണ് ഇടത്ത് നിന്ന് 10ാമത്, ഇത് 10, ഇടത്ത് നിന്ന് 10. ഇതാരാണ്? വാസു. പിന്നെയോ സാബു വലത്ത് നിന്ന്, ഇതാണ് വലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 9ാമതാണ് സാബു. ഇത് 9ാമത്. അപ്പൊ നമുക്ക് 2ാമത് സ്ഥാനം കിട്ടി. വാസുവിന്റെ സ്ഥാനം ഇങ്ങോട്ട് 10ാമതും സാബുവിന്റെ സ്ഥാനം ഇങ്ങോട്ട് 9ാമത്. എന്നിട്ട് പറയാ എന്ത്? അവരുടെ സ്ഥാനം പരസ്പരം മാറ്റിയാൽ, അതായത് വാസു ഇങ്ങോട്ടേക്ക് വന്നു, സാബു ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വാസുവിന്റെ സ്ഥാനം എന്താണെന്ന് പറയോ? 15 ആവും. അല്ലെങ്കിൽ സാബുവിന്റെ സ്ഥാനം ഇവിടെ നിന്ന് 15ാമതാണ്. ഇതേ സ്ഥാനത്ത് വന്നിരുമ്പോ സാബുവിന്റെ സ്ഥാനം ഇവിടെ നിന്ന് 9ാമതും ഇവിടെ നിന്ന് 15ാമതും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് 9ാമത്, ഇവിടെ നിന്ന് 15ാമത്. വരിയിലാകെ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മള് 24 എന്ന് പറയരുത്.
അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. 15ഉം 9ഉം കൂടെ കൂട്ടുക. 24-ൽ നിന്ന് ഒന്ന് കുറച്ച് 23 കുട്ടികളാണ് ആ വരിയിലുള്ളത്. ഓക്കെ, അടുത്തത് 2Z 5 7Y 7 14X 9 23W 11 34B 13 1 2 3 4 5 നമ്മൾ എഴുതിയിട്ടുണ്ട്. ആറാമത്തത് ഇതേ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ആറാമത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 45U15 47B14 47U15 27B24 എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ അവിടെ കേട്ടെ. ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ആ 5 സംഖ്യ എന്താ പറയാ, ആ മുകളിലുള്ളത് ഒരു പാറ്റേൺ ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളൊന്ന് അതിനൊരു മിനിറ്റ് ഒന്ന് നോക്കിയാൽ മതി. 2 7 14 23 34 ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ 7 കിട്ടും. 7ഉം 7ഉം കൂടെ കൂട്ടിയാൽ 14 കിട്ടും. 14ഉം 9ഉം കൂടെ കൂട്ടിയാൽ 23 കിട്ടും. 23ഉം 11ഉം കൂടെ കൂട്ടിയാൽ 34 കിട്ടും. അങ്ങനെയാണ് ഇതിലെ ആദ്യത്തെ സംഖ്യ പോകുന്നത്. ഈ 2 തൊട്ടിപ്പുറത്തുള്ള 2 സംഖ്യകളുടെ അക്കങ്ങൾ കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് കിട്ടണമെങ്കിൽ 34ഉം 13ഉം കൂടെ കൂട്ടുക. 47. 47 വരുന്നത് ഇതിനകത്ത് ഇപ്പൊ 2 ഉണ്ട്. ഒന്ന് ഇതുമുണ്ട്, ഒന്ന് ഇതുമുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഇതിന്റെ ഉത്തരം? ഓക്കെ, ഇനി അടുത്തെന്താ? Z Y X W B അങ്ങനെ താഴോട്ട് പോവാണ്. അക്ഷരമാലകള്, ഇംഗ്ലീഷ് അക്ഷരമാല താഴോട്ട് വരികയാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയുള്ള അക്ഷരം നോക്കുക. അതെന്താ? അത് U ആണ്. അപ്പൊ 47U. അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം. 47U15. അപ്പോൾ ചോദ്യം ഈ 15 നമ്മൾ കണ്ടുപിടിച്ചില്ല, ശരിയാണല്ലേ? പക്ഷെ ഒറ്റ പദത്തിൽ നമ്മള് 47U15 എന്നുള്ളത് മാത്രമാണ് ശരിയാകുള്ളൂ, അതിന് സംശയമില്ല. പക്ഷെ 15 നമ്മൾ ശരിയാണെന്ന് നോക്കിയില്ല. അതുകൊണ്ട് എങ്ങനെ നോക്കാൻ അറിയോ? അതിങ്ങനെ നോക്കിയാൽ മതി. 5 7 9 11 13 15. ഓക്കെ, അടുത്തത് 25 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 18 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഒരു പോസ്റ്റിനെ എത്ര സെക്കൻഡ് കൊണ്ട് കടന്നു പോകും? 25 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 18 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഒരു പോസ്റ്റിനെ എത്ര സെക്കൻഡ് കൊണ്ട് കടന്നു പോകും? എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ ചെയ്യുന്നത് അറിയോ? ഈ 18 കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ എന്താ വഴി എന്നറിയോ? 18നെ 5/18 കൊണ്ട് ഗുണിക്കുക. 18നെ 18 കൊണ്ട് വെട്ടി ബാക്കി എന്തുണ്ട്? 5 മീറ്റർ പെർ സെക്കൻഡ്. 18 കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റിയാൽ 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ഓടുന്നത് ആ ട്രെയിനിന്റെ വേഗത എന്താണ്? 5 മീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 5 മീറ്റർ. ചോദ്യം എന്താ? 25 മീറ്റർ നീളമുള്ള എന്നാണ്. ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ പോകുന്നത്? 5 മീറ്റർ. അപ്പൊ 25 മീറ്റർ പോകാൻ എത്ര സെക്കൻഡ് വേണം? 25/5. അതായത് 5 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. 5 സെക്കൻഡാണ് ഇതിന്റെ